വെറും 12 ദിർഹം മാത്രം വില വരുന്ന ഒരു സാധാരണ മാല അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം ആ മാല നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനെ അന്വേഷിക്കാൻ വേണ്ടി ഒരു സൈന്യം മുഴുവൻ അതിന്റെ മുന്നോട്ടുള്ള സഞ്ചാരം നിർത്തിവെച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ മാലയുടെ പ്രത്യേകത? ആ മാല ആ സൈന്യത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാലയാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങളിങ്ങനെ ഒരു യാത്രയിൽ റസൂലുള്ളാഹിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മക്കയുടെയും മദീനയുടെ ഇടയിലുള്ള ബൈദ എന്ന സ്ഥലത്ത് വെച്ചപ്പോൾ എന്റെ മാല കാണാണ്ടായി. ഞാൻ നബി തങ്ങളുടെ അടുക്കൽ പോയി പരാതി പറഞ്ഞു. റസൂലുള്ളാഹി എന്താ ചെയ്തത്? അല്ലെങ്കിൽ തന്നെ സമയം ലേറ്റായി, ഇനി നിന്റെ മാലയും കൂടി അന്വേഷിച്ചിറങ്ങിയാൽ ഒരുപാട് നേരം വൈകും, വേണമെങ്കിൽ മദീനയിൽ എത്തിയിട്ട് 3ഓ 4ഓ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം, അത് ഇത്ര വലിയ കൂടിയ മാലയൊന്നും അല്ലല്ലോ എന്ന് പറയുകയായിരുന്നില്ല. മറിച്ചോ അതിനെ അന്വേഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി യാത്ര നിർത്തിവെച്ച് അവിടെ ഇറങ്ങി. നബി തങ്ങളുടെ കൂടെ മുഴുവൻ സൈന്യവും അവരുടെ യാത്ര നിർത്തിവെച്ച് അവിടെ ഇറങ്ങി. ഒരു എൻറ്റയർ ആർമി ഒരു മാലയെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങുക. സുബ്ഹാനല്ലാഹ്, എന്താ സ്നേഹമല്ലേ, എന്താ കെയറിങ് അല്ലേ. നബി തങ്ങൾ ആയിഷ ബീവി കൊടുത്ത ഈ കെയറിങ്, ഈ സ്നേഹം അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന്റെ ബറക്കത്തായിക്കൊണ്ട് അന്ന് ഉള്ള സഹാബാക്കൾക്കും അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും എനിക്കും നിങ്ങൾക്കുമൊക്കെ വലിയൊരു ആശ്വാസമാകുന്ന, സമാധാനമാകുന്ന, എളുപ്പമാകുന്ന ഒരു ഹുക്മ് പരിശുദ്ധ ഖുർആനിലൂടെ ഈ സംഭവത്തിന്റെ ബറക്കത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. എന്തായിരുന്നു ഒരു സംഭവം? ഇവരിങ്ങനെ ഇറങ്ങിയ സ്ഥലം വെള്ളമില്ലാത്ത സ്ഥലമായിരുന്നു. നമസ്കരിക്കാൻ വേണ്ടി സമയമായി, സഹാബാക്കൾക്ക് ഒളു കൊടുക്കാനാണെങ്കിൽ കയ്യിൽ വെള്ളമില്ല. എല്ലാവരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയിട്ട് പരാതി പറഞ്ഞു. അലാ തറ മാ സനഅത് ആയിഷ, നിന്റെ മോള് ആയിഷ കാണിച്ച കാര്യം നീ കാണുന്നില്ല അബൂബക്കറെ? നബിയെയും അവിടുത്തെ സഹാബാക്കളെയും വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, എന്റെ ഉപ്പ എന്റെ അടുക്കലേക്ക് വന്നു. ആ സമയത്ത് റസൂലുള്ളാഹി എന്റെ മടിയിൽ തല വെച്ച് ഉറങ്ങുകയായിരുന്നു. എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു, പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഫജഅല യത്ഉനുനി ഫീ ഹാസ്റതി, എന്നിട്ട് എന്റെ ഇളിയിൽ, എന്റെ അരയിൽ ഇങ്ങനെ കുത്താൻ തുടങ്ങി, വേദനിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല വേദന എടുത്തു. പക്ഷെ ഞാൻ അനങ്ങിയില്ല, കാരണം എന്റെ മടിയിൽ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നുണ്ട്. എനിക്ക് വേദനിച്ചെങ്കിലും, എനിക്ക് വേദന ഉണ്ടായെങ്കിലും ഞാൻ പൊളഞ്ഞില്ല, അനങ്ങിയില്ല. കാരണം എന്റെ ഹബീബിന്റെ ഉറക്കം മോശമാകുന്നത് എനിക്ക് തീരെ സഹിക്കൂല. ഞാൻ മിണ്ടാതെ കടിച്ചു പിടിച്ച് വേദന സഹിച്ചു വെച്ച് അങ്ങനെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് നെട്ടി. നബിതങ്ങൾക്ക് മുഖം എടുക്കാൻ വെള്ളമില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും. ആയിഷ ബീവിയുടെ ഈ സംഭവം കാരണമായിട്ട് മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വലിയ ആശ്വാസമാകുന്ന, സമാധാനമാകുന്ന, എളുപ്പമാകുന്ന തയമ്മും എന്ന മസല ആ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ മേൽ നിയമമാക്കി. എല്ലാവർക്കും ഭയങ്കര സന്തോഷം, സഹാബാക്കൾക്കും ഭയങ്കര എളുപ്പം. നമുക്ക് തന്നെ എത്ര സന്ദർഭത്തിൽ അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉസൈദ് ഇബ്നു ഹുലൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാഹിയ ബി അവ്വലി ബറകതികും യാ അല അബൂബക്കർ, അബൂബക്കറിന്റെ കുടുംബമേ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ബറക്കത്തൊന്നും അല്ല ഇത്. ഇനി മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഭയങ്കര ബറക്കത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അവസാനം മാല എവിടെ കിട്ടിയതറിയോ? ആ ഹദീസിന്റെ അവസാനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ സഞ്ചരിച്ചിരുന്ന ആ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചിട്ട് നിർത്തി നോക്കുമ്പോൾ ഫൈദൽ ഇഖ്ദു തഹ്തഹു, മാലയുണ്ട് അതിന്റെ അടിയിൽ. അള്ളാഹു ഈ നിയമം ഇറക്കാന് അവരെ കാരണക്കാരാക്കാൻ വേണ്ടി മാത്രം മാല കാണാതാക്കിയതുപോലെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് ഉസൈദ് ഇബ്നു ഹുലൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന്റെ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത്.